ഇപ്പോൾ പ്രതികരണവുമായി പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, മോജെ ജനീഷും ചേരുന്നുണ്ട്. ആദ്യം EN സുരേഷ് ബാബുവിലേക്കാണ്. ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തിയതിന്, പാലക്കാട് നടക്കുന്ന ചില ഉള്ളുകളികളെ തുറന്നു കാണിച്ചതിന് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഗൂഢമായി സംഘം ചേർന്നുകൊണ്ട് അയാളെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനും അപായപ്പെടുത്താനുമുള്ളൊരു നീക്കം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗുരുതരമായ ഒരവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എങ്ങനെ സാധ്യമാകുമെന്ന് ചോദ്യമുണ്ട്. വാർത്തയുടെ ഭാഗമായി പലയിടങ്ങളിൽ സഞ്ചരിക്കേണ്ടതായും പല ആളുകളുമായി ഇടപഴകേണ്ടതുമായി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഒരു അവസരത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വ്യാപകമായി പണം വിതരണം ചെയ്തുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ മുമ്പേ പെട്ടിരുന്നു. എന്നാൽ കയ്യോടെ തന്നെ കണ്ണാടിയിലെ ഒരു പ്രദേശത്ത് ശോഭാ സുരേന്ദ്രന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു വീട്ടിൽ കയറി പൈസ കൊടുക്കുന്ന ദൃശ്യം കോൺഗ്രസിന്റെ തന്നെ ചില പ്രവർത്തകർ ആണ് അവര് കണ്ടെത്തിയത്. അപ്പൊ ആര് കണ്ടെത്തിയാലും പണം വിതരണം ചെയ്യുന്ന ഒരുപാട് BJPയുടെ ഈ ഒരു സംസ്കാരം, നോർത്ത് ഇന്ത്യൻ സംസ്കാരം കേരളത്തിലും കൂടി അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് അവർ ഇതിലൂടെ നോക്കിയത്. അതിന് നേതൃത്വം കൊടുത്തത് സുരേന്ദ്രൻ തന്നെയാണ്. അങ്ങനെ ചെയ്ത ശോഭാ സുരേന്ദ്രൻ അത് തിരുത്തുന്നതിന് പകരം ആ സ്പോട്ടിൽ വെച്ച് തന്നെ ദൃശ്യം പകർത്തിയ ആളുകളെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ആ വിഷയം അന്വേഷിക്കാൻ സ്വതന്ത്രമായി അന്വേഷണം നടത്തുന്നതിന് വേണ്ടി എത്തിയ നിരവധി പത്രപ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. അതിലൊരാളാണ് മീഡിയ വണ്ണിന്റെ സാജിദ്. അദ്ദേഹം ഞങ്ങളൊക്കെ ആയിട്ട് പല കാര്യങ്ങളും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതെല്ലാം മാധ്യമ പ്രവർത്തകരുടെ അവകാശമാണ്. ആ അവകാശത്തിനോട് തട്ടിക്കേറുക എന്ന സമീപനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സ്വീകരിക്കേണ്ട കാര്യമില്ല, ഒരു രാഷ്ട്രീയ നേതാക്കളും സ്വീകരിക്കുന്നത് ശരിയുമല്ല. അപ്പൊ അങ്ങനെ സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ വസ്തുതാപരമായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ അത് പൊതുസമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മമാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളോട് അസഹിഷ്ണുതയും അതുപോലെ തന്നെ വെറുപ്പും പ്രകടിപ്പിക്കുന്ന ഒരു നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകരെയും പ്രത്യേകിച്ച് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറായിട്ടുള്ള സാജിദിനെയും ഭീഷണിപ്പെടുത്തുക എന്നുള്ളതും അദ്ദേഹത്തിന് വധഭീഷണിയുണ്ട് എന്നുള്ളതെല്ലാം ഇപ്പോ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായി വെളിച്ചത്ത് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കേരളീയ സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. കേരളത്തിൽ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ RSSും അതുപോലെ തന്നെ BJPയും ഉയർത്തുന്ന ഈ വെല്ലുവിളിയെ എല്ലാവിധത്തിലും പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും മാധ്യമ പ്രവർത്തകർക്ക് രക്ഷാകവചം ഒരുക്കാനുമുള്ള കരുത്ത് CPMനുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് സാജിദിന് ഒരു പോറലും ഈ കേരളത്തിൽ, സാജിദ് എന്നല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ഒരു പോറലും ഏൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലുള്ള കാലത്തോളം അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. RSS അല്ല, RSSന്റെ അപ്പുറമുള്ളവർ വന്നാൽ പോലും അതിനെല്ലാം സംരക്ഷിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്. അപ്പൊ ഇതെല്ലാം വധഭീഷണി മുഴക്കിക്കോട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, RSSന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്, അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ് ഇതിലൂടെ വെളിച്ചത്ത് വരുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ പറയുന്ന BJPയുടെ നേതാവ് ഇപ്പോ 2 ദിവസം മുമ്പാണ് അവരുടെ തന്നെ ഒരു പ്രവർത്തകയെ ഭീഷണിപ്പെടുത്തുന്നത്. ഒരു കേരളത്തിലെ സാമ്യപ്പെടുത്തി പറയാൻ അറിയോ പാടോ എന്നുള്ളത് അറിയില്ല, എങ്കിലും ചില പെൺഗുണ്ടകളെ പോലെയാണ് ഇപ്പോ ശോഭാ സുരേന്ദ്രനെ പോലുള്ള BJPയുടെ നേതാവ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും കേരളത്തിൽ വില പോവില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ പുരോഗമന പ്രസ്ഥാനത്തിനും പുരോഗമന രാഷ്ട്രീയത്തിനും വലിയ വേരുള്ള മണ്ണായതുകൊണ്ട് മാധ്യമ പ്രവർത്തനം സ്വതന്ത്രമായി നടത്താനും അവർക്ക് അഭിപ്രായ പ്രകടനം നടത്താനുമുള്ള എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിലും രാജ്യത്തും അനുവദിക്കുന്നുണ്ട്. അതിന് വിഘ്നം വരുത്തുന്ന ഏത് ഭീഷണിയെയും നേരിടുക എന്നുള്ളതാണ് പൊതുസമൂഹം തയ്യാറാവേണ്ടത്. അത് കേരളം മുന്നോട്ട് വരും. ആ നിലയ്ക്ക് അതിന് നേതൃത്വപരമായ പങ്ക് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് വരെ വഹിച്ചിട്ടുണ്ട്, നാളെയും അത് തന്നെയായിരിക്കും. അതുകൊണ്ട് സാജിദിന് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല മാധ്യമ പ്രവർത്തകർ.